Hi friends, welcome back to my channel. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പാലപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ് ട്ടോ. ഇത് നമ്മൾ തലേന്ന് അരിയൊന്നും അരച്ചു വെക്കാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടും സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡിയാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നും അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ 2 കപ്പ് പച്ചരി നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് 1/2 കപ്പ് ചോറാണ്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് തേങ്ങയാണ്. അപ്പോൾ ഇവിടെ ഞാൻ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു മീഡിയം സൈസ് തേങ്ങയുടെ പകുതി കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് വേണ്ടത്. അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. അത് ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു അരിൻ്റെ മുകൾ ഭാഗത്ത് എത്തുന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കാതെ ഇപ്പം നമുക്ക് എത്ര അളവൊന്നുമില്ല, ഇതുപോലെ വേണം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ രാത്രി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ പിറ്റേന്ന് രാവിലെ തന്നെ നമ്മൾ ഈ ഒരു അരി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഈ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മളെ ഒരു ഒഴിച്ച വെള്ളത്തിൽ തന്നെയാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ഇത് അടച്ചു വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതാ 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് കുറച്ചൊന്ന് പൊങ്ങി വന്നിട്ടേ ഉള്ളൂ. ഒരുപാട് ഇത് പൊങ്ങി വരില്ല കേട്ടോ. പിന്നെ നമുക്കിത് ചുടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെ ആയിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഇവിടെ ഇതാ നല്ല ചൂടായ പാനിലേക്ക് തന്നെ ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് ചുറ്റിച്ചതിന് ശേഷം നമുക്കിതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് 2-3 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്കിത് പെട്ടെന്ന് കുക്കായിട്ട് ഇട്ടു കേട്ടോ. അപ്പോൾ ഇവിടെ ഇതാ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. എന്നിട്ട് വീണ്ടും ഇതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്